ശബരിമല പൂങ്കാവനത്തിന്റെ മടിത്തട്ടിലൂടെ കയറ്റിറക്കുകൾ താണ്ടി അയ്യപ്പ ദർശനത്തിന് എത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള യാത്ര അനുഭൂതിദായകമാണെന്ന് ഇതുവഴി എത്തുന്നവർ പറയുന്നു. ദിവസവും 1000-ലധികം പേർ ഇപ്പോൾ കാനന പാതയിലൂടെ ശബരിമലയിൽ എത്തുന്നുണ്ട്. സ്വാമി ശരണമയ്യപ്പ. എൻ്റെ പേര് വിഘ്നേഷ് നായർ. ഞാൻ മുംബൈയിൽ നിന്നാണ്. ശബരിമല യാത്ര തുടങ്ങിയിട്ട് എനിക്ക് 10-12 വർഷമായി. പെരിയ പാതയാണ് സാധാരണ നവംബർ മണ്ഡലമാസത്തിൽ ഞങ്ങൾ പ്രിഫർ ചെയ്യാറ്. ബട്ട് പമ്പയിലെ തിരക്കും സന്നിധാനത്തെ തിരക്കും കൺസിഡർ ചെയ്ത് ഞങ്ങൾ വണ്ടിപ്പെരിയാർ പ്രിഫർ ചെയ്തു. മാത്രമല്ല വണ്ടിപ്പെരിയാറിലെ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അതൊന്ന് അനുഭവിക്കണമെന്നുണ്ടായിരുന്നു. സോ ഒരുപാട് വർഷത്തെ ആഗ്രഹങ്ങളായിരുന്നു വണ്ടിപ്പെരിയാർ വഴി വരണമെന്ന്. അത് ഞങ്ങൾ 15 അയ്യപ്പന്മാരിൽ 12 അയ്യപ്പന്മാരും കന്നിയാണ് വണ്ടിപ്പെരിയാർ വഴി വരുന്നവർ. സോ കഠിനമായൊരു യാത്രയാണ്. എന്നാലും സ്വാമിയുടെ പൂങ്കാവനം, സ്വാമിയുടെ ഒരു മടിയിൽ യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയതിൽ വളരെ നന്ദി. വളരെ പ്രോപ്പർലി മാനേജ്ഡ് ആണ്, സിസ്റ്റമാറ്റിക് ആണ് എല്ലാം. വരുന്ന ഭക്തന്മാർക്ക് അവരവരുടെ വെർച്വൽ ക്യൂ അനുസരിച്ച് ഒരു ചെക്ക് പോയിൻറ്റിലും കൃത്യമായി എണ്ണം തിട്ടപ്പെടുത്താതെ ഫോറസ്റ്റ് ഓഫീസർമാർ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ മുന്നോട്ട് വിടില്ല. സോ അതൊരു സേഫ്റ്റി കൺസേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ ഒരു പ്ലസ് പോയിൻ്റാണ്. അഥവാ 15 പേര് വരുവാണെങ്കിൽ അതിൽ ഒരു ചെക്ക് പോയിൻറ്റിലും 15 പേര് തികയാതെ അവർ മുന്നോട്ട് വിടില്ല. സോ കൺസിഡറിങ് സേഫ്റ്റി ആൻഡ് ഓൾ ദ അറേഞ്ച്മെൻറ്റ്സ് വളരെ 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 ബ്യൂട്ടിഫുള്ളായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്ന് കാൽനട യാത്ര ആരംഭിക്കും. കുത്തനെയുള്ള കയറ്റിറക്കങ്ങളുള്ള പാതയിലൂടെ നടന്ന് സന്നിധാനത്തെത്താൻ പലരും 5 മണിക്കൂറിലധികം എടുക്കും. ഉപ്പുപാറ, പുല്ലുമേട് വഴിയുള്ള യാത്ര പ്രകൃതിയുടെ വന്യത ആസ്വദിച്ചുള്ളതിനായതിനാൽ ഒട്ടും മടുപ്പ് തോന്നാറില്ലെന്ന് പതിവായി ഇതുവഴി ശബരിമലയിൽ എത്തുന്ന ഭക്തർ പറയുന്നു. Facilities are very good. We got some good water at the Uppupara. Bathroom facilities are very good. Obviously there's no Viri on the way, so maybe next year that is something that can be thought about. ഭക്തരുടെ സുരക്ഷയ്ക്കുള്ള നടപടികൾ വനം വകുപ്പും പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടെ വനപാലകർ വനപാതയിലൂടെ സഞ്ചരിച്ച് വന്യമൃഗ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ കടത്തിവിടുന്നത്. 13 കിലോമീറ്റർ ദൂരമുള്ള പാതയിൽ വൈദ്യുത വിളക്കുകളും കുടിവെള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സത്രത്തിൽ നിന്ന് ഓരോ സംഘത്തിനും ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തിയ ടോക്കൺ നൽകിയാണ് കടത്തിവിടുന്നത്. സന്നിധാനത്തിന് സമീപം പാണ്ടിത്താവളത്തുള്ള അവസാന ചെക്ക് പോസ്റ്റിൽ എത്തുന്നതുവരെ ഓരോ ചെക്ക് പോസ്റ്റും കടക്കുമ്പോൾ ഈ ടോക്കൺ നോക്കി എല്ലാവരും സുരക്ഷിതരായി കടന്നുപോയെന്ന് ഉറപ്പാക്കും. ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ സത്രത്തിൽ നിന്ന് ഭക്തരെ കടത്തിവിടൂ. അവസാനയാളും പോന്നു കഴിഞ്ഞ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നാലെ സഞ്ചരിച്ച് ഭക്തർ സുരക്ഷിതമായി കടന്നുപോയെന്ന് ഉറപ്പാക്കും. സന്നിധാനത്ത് നിന്ന് സത്രം ഭാഗത്തേക്ക് രാവിലെ 11 മണി വരെ ഭക്തരെ കടത്തിവിടും. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായാൽ NDRF സംഘമെത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും. ഉപ്പുപാറയിൽ ആംബുലൻസ് സൗകര്യമടക്കം മെഡിക്കൽ സംഘവും സജ്ജമാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.